+1 അഡ്മിഷൻ സമയത്ത് നമുക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യം വരും. അതെങ്ങനെയാണ് ഡിജി ലോക്കറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യലാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ www.digilocker.gov.in എന്ന സൈറ്റിൽ നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് സ്ക്രീൻ ഇതാണ് വരിക. അപ്പോൾ നമ്മൾ ലോഗിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, നേരത്തെ ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്ത് വയ്ക്കും. അപ്പോൾ ലോഗിൻ ചെയ്യണം. ഫസ്റ്റ് ലോഗിൻ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുക. അപ്പോൾ അതൊക്കെ സ്കൂളിൽ നിന്ന് ആ പ്രോസസ്സൊക്കെ നേരത്തെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലോഗിൻ ID എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, സെക്യൂരിറ്റി പിന്നും. അപ്പോൾ ഇതിൽ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ഏതാണ് ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് വന്നു തുടങ്ങും. അത് കഴിഞ്ഞിട്ട് 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ ചോദിക്കും. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സ് സെർച്ച് ചെയ്യല്ലോ. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിനുള്ള ആവശ്യം. ആ സൈറ്റ് ആ പെർട്ടിക്കുലർ പേജ് ഓപ്പൺ ആവും. ആ ഓപ്പൺ ആകുമ്പോൾ ഇതിലൊരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. മുകളിൽ തന്നെ ഡിജി ലോക്കറിന് എഴുതിയതിൻ്റെ സൈഡിൽ ഒരു 3 വര കണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെർച്ച് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ ഇതേപോലെ അവിടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. അവിടെ ഒരു ബട്ടൺ ഉണ്ടല്ലോ, സെർച്ച് ബട്ടൺ, സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കുറേ യൂണിവേഴ്സിറ്റിയുടെയും കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് വരും. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? നമുക്ക് CBSE എന്നാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ CBSEയുടെ ആ പേജ് എവിടെയാണ് നോക്കുക. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ സെക്കൻഡ് പേജിലാണ്. സെക്കൻഡ് പേജിൽ ഇതേപോലെ ഡൽഹി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ കുറേ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വരും. സെർച്ച് ചെയ്യാൻ പറ്റും ഡോക്യുമെൻറ്റ്സ്. ഒന്നിൽ സെർച്ച് ചെയ്തെടുക്കാം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഇതിൽ കാണാം 10th മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. ആ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് വരും. അതിൽ റോൾ നമ്പറും ഇയറും പാസിങ് ഇയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈസിയാണ്.